തിരുവനന്തപുരം വിതുരയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കുണ്ട്. മലപ്പുറം കരുളായിയിൽ കാട്ടുകൊമ്പൻ ഭീതി പരത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുന്നു. മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ അതിരപ്പിള്ളിയിൽ കണ്ടെത്തിയ ആനയെ കണ്ടെത്താനുള്ള തിരച്ചിൽ വനം വകുപ്പ് ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. കാണാം. തലസ്ഥാനത്തും വന്യമൃഗ മനുഷ്യ സംഘർഷങ്ങൾക്ക് അയവില്ല. ഇന്ന് രാവിലെ 4 മണിക്കാണ് തിരുവനന്തപുരം വിതുരയിൽ ആദിവാസി യുവാവിനെ കാട്ടാന ആക്രമിച്ചത്. പുലർച്ചെ ആറ്റിൽ ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന യുവാവിനെയാണ് കാട്ടാന ആക്രമിച്ചത്. ആദിവാസി ഊരിലെ ശിവാനന്ദൻ കാണിക്കാണ് പരിക്കേറ്റത്. പുറകിലൂടെ എത്തിയ കാട്ടാന ശിവാനന്ദനെ ചുഴറ്റി തോട്ടത്തിലേക്ക് എറിയുകയായിരുന്നു. വിതുര തലത്തുത്തക്കാവ് ശിവാനന്ദൻ കാണിയാറിൽ ചൂണ്ടയിട്ടുകൊണ്ടിരുന്നപ്പോഴാണ് കാട്ടാനെ ആക്രമിച്ചത്. ശിവാനന്ദന്റെ നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റു. മലപ്പുറം കരുളായി കരിമ്പുഴയിൽ പാലാങ്കര പാലത്തിന് സമീപം മണലെറിഞ്ഞുകൊണ്ട് കാട്ടുകൊമ്പൻ നടന്നു നീങ്ങുന്നതിന്റെ ദൃശ്യം പുറത്തുവന്നു. കഴിഞ്ഞ 2 മാസമായി ജനവാസ മേഖലയോട് ചേർന്ന് പുഴയിൽ കാട്ടാനയുടെ സാന്നിധ്യം പതിവാണ്. കരുളായി വനത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ആദിവാസി വീട്ടമ്മയും യുവാവും കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. കരുളായി മൂത്തേടം പോലുള്ള പ്രദേശങ്ങൾ കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടുകയാണ്. ശാശ്വതമായ പരിഹാരമുണ്ടാകുമെന്ന് വനം വകുപ്പ് പ്രഖ്യാപിക്കുമ്പോഴും കാര്യമായ ഒന്നും സംഭവിക്കുന്നില്ല. കാട്ടാനകൾ മനുഷ്യജീവന് തന്നെ ഭീഷണിയായിത്തീരുന്നു. അതിനിടെ മൂന്നാർ കുറ്റിയാർ വാലി നെറ്റിമേട് റൂട്ടിൽ പടയപ്പ വാഹനങ്ങൾ തടഞ്ഞു. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിലുള്ള കാട്ടാനയെ കണ്ടെത്താൻ വനംവകുപ്പ് തിരച്ചിൽ ഊർജിതമാക്കി. ആനയ്ക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നതിന് ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം നാളെ അതിരപ്പള്ളിയിലെത്തും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ. പൊതുജനം കഴുതയല്ല സാർ.